Hello viewers, welcome to Curly World. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു അടിപൊളി പുഡിംഗ് ആണ്. ഇത് ഭയങ്കര സിമ്പിളും ടേസ്റ്റിയുമാണ്. അപ്പം നമ്മൾ നോർമലി പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പാത്രം ഏറ്റവും ആദ്യം ഗ്രീസ് ചെയ്ത് വെക്കുക. ഓയിലോ ഗീയോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ ഉപയോഗിച്ചാണ് ഗ്രീസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റാണ് വരുന്നത്. അത് നമ്മുടെ പുഡിംഗ് ആകെ കുളവാക്കി തരും. നമ്മുടെ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് ഗ്രീസ് ചെയ്ത പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേനും ബട്ടർ ഒഴിച്ചത് കൊണ്ട് തന്നെ തെന്നി അതങ്ങ് പോകും. ഇനി അടുത്ത നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയതായിട്ട് ഇത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റഡ് ബട്ടറോ അല്ലാതെ കട്ടയായിട്ടുള്ള ബട്ടറോ ഇതുപോലെ ആയാലും കുഴപ്പമില്ല. അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം റവയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കുറച്ച് നേരം ഈ റവ ഇട്ടതിന് ശേഷം വേവിക്കാം. അപ്പോൾ റവ അത്യാവശ്യം വലിയ ബബിൾസ് ആയിട്ട് വരും. ഫ്രൈഡ് റവയോ ഫ്രൈഡ് അല്ലാത്ത റവയോ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം നമുക്കിനി കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറുടെ കൂടെ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ആ മിക്സ്ചർ നമ്മൾ കുറച്ചായിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്ചറുടെ കൺസിസ്റ്റൻസി മാറുന്നുണ്ട്. ഇപ്പോൾ ഗ്രാജുവലി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ആ ഒരു തിക്നെസ് കിട്ടുന്ന വരെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അതങ്ങ് വേകണം. അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇവിടെ ഓക്കെ ആണ്. ഇനി നമ്മൾ ഇച്ചിരി തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ കാരമൽ ഇട്ട പാത്രത്തിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈവൻലി അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ആയതിനു ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് ഒരു 2 തൊട്ട് 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതുപോലെ ആകും. അടിപൊളി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ പുഡിംഗ്. നമുക്ക് ചൈന ഗ്രാസോ ജെലറ്റിനോ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ അടിപൊളി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഞെക്കുക. താങ്ക് യു.